ഹലോ നമസ്കാരം. എവിടെയാ മക്കളെ? ഒരു മാസമായിട്ട് സാധനം നിന്നെ കാണാനില്ലോ. നീ പരിപാടിയൊക്കെ നിർത്തിപ്പോയാ എന്നല്ല നിങ്ങൾ ചിന്തിക്കണേ? അങ്ങനെയൊന്നല്ല കേട്ടാ, പരിപാടി വേറെയാ. നമ്മളേ ട്രാവൽസ് ചാനൽ തുടങ്ങിയിട്ടേ 2020 മുതൽ 5 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരു മാസം ചാനലിൽ വീഡിയോസ് ഒന്നും വരാത്തത്. വേറെ ഒന്നല്ല, ഒരു ബ്രേക്കിലായിരുന്നു. കുറേ നാൾ ചെയ്ത പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫസ്ട്രേഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്താണ്. പക്ഷേ ആ ബ്രേക്ക് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ പുലിമുരുകനിൽ പറഞ്ഞ പോലെ പുലി പതുങ്ങിയതാണ്. ഇനി അടുത്ത കുതിപ്പിന് വേണ്ടിയിട്ടാ, അങ്ങനെ തന്നെ പറയണം. വേറെ ഒന്നല്ല, നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ട്രാവലിസ്റ്റ് ചാനലിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകളും പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു മാസം. അപ്പോൾ അത് ആയിട്ട് എല്ലാം സെറ്റായിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഒന്നും വരാഞ്ഞത്. അപ്പോൾ നമ്മൾ പ്ലാനുകളൊക്കെ മാറ്റി ട്രാവൽസ് ചാനലുണ്ടല്ലോ, അധോലോകം ഇന്റർനാഷണൽ റേഞ്ചിലേക്ക് ഇനി മാറാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേറെ ഒന്നല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി പ്രോഗ്രാമുകൾ. നിങ്ങൾ എൻ്റെ ഫോട്ടോ ആണല്ലോ ഇത്രയും നാൾ കണ്ടത്. അപ്പം ഇനിയും അതന്നെ കാണും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടികളും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും നാളൊരു പ്രൈവറ്റ് ചാനൽ എന്നുള്ളൊരു കാറ്റഗറിയല്ലേ പോകേണ്ടിരുന്നത്, ഒരു വ്ളോഗർ എന്നൊരു കാറ്റഗറിയല്ലേ പോകേണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇനി അതൊരു പബ്ലിക് ചാനലിലേക്ക് മാറ്റാൻ പോവാം എന്ന് വിചാരിച്ച് ടി വിയിലൊന്നല്ല കേട്ടോ, നമ്മൾ യൂട്യൂബിൽ തന്നെ പബ്ലിക് ആയിട്ടുള്ള പരിപാടികളും പുതിയ പുതിയ സംഭവങ്ങളും ആശയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി പരിപാടി ചെയ്യണത്. എന്തേലും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സുഖമില്ലാന്ന്, വെറൈറ്റി സംഭവങ്ങൾ കാണിക്കേണ്ട ഒരു സുഖമില്ല. എന്നും സാൻഡപ്പൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെറൈറ്റികളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതൊക്കെ തമാശയായിട്ട് പറയാമെങ്കിലും അതൊരു സീരിയസ് മാറ്ററിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നമ്മുടെ ചാനലിൽ 3-4 പ്രോഗ്രാമുകൾ കൊണ്ടുവരാണ്. നമ്മൾ സഫാരി ടി വിയിൽ നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളും ഒപ്പം തന്നെ ന്യൂജൻ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വെർഷൻ മാറ്റണം നമ്മൾ ട്രാവൽസിയുടെ. അപ്പോൾ ഈ പരിപാടികളിലേക്ക് നമ്മൾ കിടക്കണം. നമ്മൾ അടുത്ത ദിവസം മുതലുണ്ടല്ലോ, നമ്മളല്ലാണ്ടല്ലേ ഇനി നിങ്ങൾക്കും ട്രാവൽസ് ചാനലിൽ വന്ന് കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. നിങ്ങളൊരു യാത്ര ചെയ്ത ആൾക്കാരാണോ? നിങ്ങൾ യാത്ര ചെയ്ത ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോ, നമ്മുടെ അടുത്ത് വന്ന് കഥ പറയാം. ഇതേപോലെ ഇരുന്ന് അങ്ങോട്ട് കഥ പറയാന്ന് സ്റ്റുഡിയോയിൽ ആലോചിക്കാൻ പറ്റുമോ? അതെ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടിയും അവസരം നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇനി നമ്മൾ ചാർട്ട് ചെയ്യണത്. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളും യാത്ര ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസുള്ള ആൾക്കാരെ ശരിക്കും ലോകം കണ്ടിട്ടില്ല. അപ്പോൾ അവരെ നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പരിശ്രമം, ചെറിയൊരു പരിശ്രമമാണ്. വിജയിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നു. അതിൻ്റെ ബാക്കിലേക്ക് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു യാത്രികൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്ത ഒരു യാത്രനെ പറ്റിയുള്ള ഒരു യാത്രാനുഭവം. ഒപ്പം തന്നെ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത്. സാൻഡപ്പനല്ല കേട്ടാ, നിങ്ങൾ. അപ്പോൾ എൻ്റെ യാത്രകളും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലുണ്ട്. ഒരാഴ്ച 1, 2, 3 വീഡിയോസൊക്കെ ആയിട്ടുണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പബ്ലിക്കായിട്ടുള്ള പരിപാടികൾ, ഞാൻ പറഞ്ഞില്ലേ പ്രൈവറ്റ് അല്ല പബ്ലിക്കായിട്ടുള്ള പരിപാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഥ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ യാത്രാനുഭവം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ കവിയാതെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ.ഡിയിൽ അയക്കാം. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മളൊരു കഥ പറയാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത ആൾക്കാരാണോ? നിങ്ങൾ നല്ല യാത്രകൾ, അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ അമേരിക്ക യൂറോപ്പിലേക്കൊന്നും പോകണമെന്നില്ല. വീടിൻ്റെ അപ്പുറത്തെ വായനശാല വരെ പോയ സ്ഥലത്തേക്കുള്ള കണ്ടന്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിന് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി. നമ്മൾ ഇന്ന വലിയ യാത്രകൾ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടോ? നിങ്ങൾ ഒരുപാട് വലിയ യാത്രകൾ നടത്തണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അമേരിക്ക പോയിട്ടില്ല, അയ്യോ സാധനപ്പാ ഞാൻ അമേരിക്ക പോയെത്താൻ അല്ലെങ്കിൽ ഞാൻ യൂറോപ്പിലേക്ക് പോയെത്താൻ എനിക്ക് യാത്ര കഥകളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ, കേരളത്തിൽ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഊട്ടിക്ക് പോയിട്ടുള്ളൂ. ഇത് ഡെസ്റ്റിനേഷൻ അല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം, ആ യാത്രയുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണിക്കാനും എത്തിക്കാനായിട്ടുള്ളൊരു പരിശ്രമമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ കവിയാതെ ആ യാത്രയെ പറ്റിയുള്ള ഒരു വിവരണം ഒരു വീഡിയോ രൂപത്തിൽ നമുക്ക് അയച്ചുതരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേപോലെ വന്നിരുന്ന കഥ പറയാട്ടോ. അപ്പോൾ അത് ഒരു പരിപാടി നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് തോന്നണേ? കമൻറ്റ് ചെയ്യാൻ പറ്റും, കമൻറ്റ് ചെയ്തോട്ടോ. ഒപ്പം നിങ്ങൾക്ക് വെറൈറ്റി പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഞാൻ അടുത്ത പ്രോഗ്രാമുകളൊക്കെ ചാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നൊരു പ്രോഗ്രാം പോകുന്ന സാധനം ഇപ്പോൾ അത് പൊരിക്കും, ഇന്നൊരു പ്രോഗ്രാം നീ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി കൊണ്ടുവരാന്ന്. അപ്പോൾ ഒരു പബ്ലിക് പരിപാടികളും അഭിപ്രായങ്ങളും യാത്രാ അനുഭവങ്ങളും യാത്രാ അറിവുകളും നമ്മൾ ജനങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഒപ്പം ട്രാവലിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു സെക്ഷൻ വേറെ ഉണ്ട് കേട്ടോ. ഒപ്പം തന്നെ എൻ്റെ വീഡിയോസിന് ഷോർട്ടൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ അയ്യോ സാറിൻ്റെ നീ ഇനി വീഡിയോ ഇടണില്ലേ, ഞാൻ ഇതിൻ്റെ വീഡിയോ കാണില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും സന്തോഷ വാർത്തയുണ്ട്. നമ്മളിനി അടുത്ത ഇൻ്റർനാഷണൽ റേഞ്ചിലുള്ള വീഡിയോസ് തന്നെ വരാൻ പോണത്. നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ട് യാത്ര പുനരാരംഭിക്കും. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പരിപാടി പുതിയ ഒരു പ്രോഗ്രാം നമ്മളൊരു പബ്ലിക്കിലേക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഹ്ലാദിപ്പിൻ നിങ്ങളുടെ സപ്പോർട്ടിലാണ്ട് ഒരു പരിപാടി നടക്കില്ല. എത്ര വലിയ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ചാനലിലേക്ക് നല്ല പ്രോ ആയിട്ടുള്ള എഡിറ്റേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു എഡിറ്ററാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നിങ്ങൾക്ക് നല്ല കണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. ചേച്ചിമാരായിക്കോട്ടെ, അമ്മച്ചിമാരായിക്കോട്ടെ, ചേട്ടന്മാരായിക്കോട്ടെ, ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അതിൽ എഡിറ്റേഴ്സിന് നമ്മൾ ബിഗിനേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യണില്ല. നല്ല പ്രോ ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂടെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാം. ഞാനേ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി 5 വർഷമായി നമ്മുടെ ചാനൽ. 2021 എനിക്കാണ് ആദ്യം ആഫ്രിക്കയിൽ ഉള്ള സമയത്ത് മലേറിയ അടിച്ചിരിക്കുകയായിരുന്നു. മലേറിയ അടിച്ചപ്പോൾ 24 ദിവസം നമുക്ക് 24 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു നമ്മുടെ ടോപ്പ് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു കാലാവധി. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആശയമാണ് സാറിൻ്റെ നീ കിടുന്നാലും ചാനൽ ഇടുക്കാൻ പാടില്ല കേട്ടോ. നീ വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ റണ്ണാവണം, നീ ഇല്ലെങ്കിലും പരിപാടി നടക്കണം, അതാണ് എൻ്റെ സാരം. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതപ്പോൾ ഞാൻ അന്ന് മുതലേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സന്തോഷേട്ടനെയും ഈ ചാനൽ പരിപാടികളൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യിക്കാനും നമ്മൾ വിളിച്ച് ചോദിക്കലൊക്കെ ഉണ്ട് എങ്ങനെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ പരിപാടി നടത്തണം, അതെങ്ങനെ ചെയ്താലും ഇങ്ങനെ ആവാം. ഇതൊരു വലിയൊരു ഒരു സർക്കിളല്ലേ. അപ്പോൾ അത് ഞാനൊരു 4 കൊല്ലമായിട്ട് പഠിച്ചു. ഇപ്പോൾ ഒരു മാസം വീട്ടിൽ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്തല്ലോ. അപ്പോൾ ഈ ബ്രേക്ക് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഇത് എന്തോ ത്രെഡായി, സമയമായി നമ്മുടെ മാറാനായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കില്ലേ, വീടുമില്ല, കുടുംബമില്ല, പിള്ളേരുമില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് യാത്ര ചെയ്യണം. എന്നിരുന്നാലും ഇനിയുള്ള യാത്രകൾക്ക് സ്വല്പം കൂടിയും ഒരു പ്രോ കണ്ടന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാതെ എപ്പോഴും കണ്ടന്റ് തന്നെ പറയണത്. പക്ഷെ എന്നിരുന്നാലും ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കണ്ടന്റ് മേലെയുള്ള നമ്മളിപ്പോൾ ഈ അന്റാർട്ടിക്ക അടിച്ചു, ആമസോൺ അടിച്ചു, നമ്മളൊരു വിധം കോണ്ടിനെൻ്റൊക്കെ അടിച്ച് തീർത്തു. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക സ്ഥലങ്ങൾ കാണാനുപരി സംതിങ് സ്പെഷ്യൽ നിങ്ങൾ എത്തിക്കണ്ടേ. അപ്പോൾ എനിക്കും എന്താ പറയുക എന്നും വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് മടുപ്പായിട്ടല്ല, പക്ഷെ എന്നും ചെയ്യണത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ലാന്ന്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ അനുഭവിക്കുന്ന ഒരു മേഖലയായിരിക്കും, തുറന്നു പറയാത്ത മേഖലയായിരിക്കാം. പക്ഷേ ഞാൻ തീരുമാനിക്കുന്നു ഇതൊരു പബ്ലിക് ചാനൽ അല്ലെങ്കിൽ വെറൈറ്റി പ്രോഗ്രാമുകൾ നമ്മളെന്നും ഹലോ ഗൈസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാറ്റിയിട്ട്, ഞാൻ ആരും അങ്ങനെ കുറ്റം പറഞ്ഞൊന്നുമല്ല, ആ ഒരു പ്രോഗ്രാം അല്ലാതെ ഇതിലേക്ക് നമുക്ക് ട്രാവൽ എക്സ്പീരിയൻസുകൾ, പുതിയ അറിവുകൾ, ട്രാവൽ ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെ പരിപാടികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ടീമിനെ കിട്ടാനായിട്ട് ഞാൻ കുറേ പരിശ്രമിച്ചു. ഞാൻ കുറേ അങ്ങനെ തപ്പി അലഞ്ഞ് നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, യാത്ര ചെയ്യാൻ വന്നിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ചാനൽ കൊണ്ടു നടക്കാനായിട്ടുള്ളൊരു ടീമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സമയം വന്നു. ഇപ്പം അങ്ങനത്തെ ഒരു ടീമിനെ എനിക്ക് കിട്ടി, തമ്പുരാൻ സഹായിച്ച്. അപ്പോൾ ആ ടീം വന്നതോടുകൂടി ഞാനും ബൂസ്റ്റായി. ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എങ്ങനെ അത് തുടങ്ങാം സാറിൻ്റെ നീ അതൊന്ന് ഓണാക്കുക എന്നുള്ള കുറേ നാളെ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് കിരീരി വയ്ക്കണം. 2024 മുതലുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. എനിക്ക് അതിന് നല്ല ടീമിനെ കിട്ടി. അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു തുടക്കം മാത്രം ഉണ്ടാ, ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മളടുത്ത പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ ബൈക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ്, അങ്ങനെ ഒരുപാട് യാത്രാ മേഖലകൾ ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൽ പങ്കുചേരാം. നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവൈലബിൾ ആണ്. എനിക്ക് അറിയാം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു മർച്ചനേവികാരനാണല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു പരിപാടി ചെയ്തിട്ട് ഒരു പരിപാടി നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് എത്രത്തോളം പോവും എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ എത്രത്തോളം വന്നു, 5 വർഷത്തേക്ക് 5 വർഷം വന്നല്ലോ. അപ്പോൾ ഒരു ടീമായിട്ട് ഇനി കൊണ്ടു നടക്കാം. എനിക്കാണെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരെ കൂടി, ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ 4 പേർക്ക് നമ്മുടെ ട്രാവലിസ്റ്റ് ചാനലിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. 4 കുടുംബങ്ങളെ നമ്മൾ പോറ്റുന്നുണ്ട്. ഇനിയും അതൊരു 10, 20, 30, 50 എനിക്കൊക്കെ എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 2024 ശരിക്കും നമ്മളെ മേക്ക് ഓവർ ചെയ്യണ ഒരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഷോർട്ടായിരുന്നു, നമ്മളിപ്പോഴും പറയണതാണ്. അപ്പോൾ ഇനി 2025 നമ്മൾ പുതിയ പരിപാടികൾ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നിങ്ങൾ യാത്രാ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ പരിപാടി സ്വപ്നസഞ്ചാരിയാണ്. അപ്പോൾ ആദ്യത്തെ സ്വപ്നസഞ്ചാരി പരിപാടികളിലേക്ക് നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ നമ്മൾ അറിയിക്കുക. നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യാനായിട്ട് നിങ്ങൾ വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിബന്ധനകൾ പാലിക്കണം. പക്ഷെ എന്നിരുന്നാലും അതിനും നമുക്ക് അവസരം
തരാം, കുഴപ്പമില്ല. ഇന്ത്യക്കുള്ളിലും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ക്വാളിറ്റി, മെയിനായിട്ട് നമുക്ക് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി വിട്ടിട്ടൊരു കളിയില്ല. നമ്മുടെ ട്രാവലിസ്റ്റ് ചാനലിനെ ലോകം അറിയപ്പെടുന്നത് ക്വാളിറ്റി ചാനൽ എന്നാണ്. എല്ലാ ക്വാളിറ്റി എന്നാണ് വീഡിയോ എന്ന് പറയുന്നത്. അതിനുള്ള പണി എടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു പണി ഇനി എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പേര് നമുക്ക് ഒരിക്കലും മിസ്സാവാൻ പാടില്ല. അപ്പോൾ അതിനൊത്തുള്ള കണ്ടന്റുകളും അതിനനുസരിച്ചുള്ള സെഗ്മെന്റുകളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാവണം. നിങ്ങളാണ് നമ്മുടെ ശക്തി. അതിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ടീം ഉണ്ടായിട്ട് കാര്യമില്ല, എന്തൊട്ട് തേങ്ങ ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയലേ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുണ്ടായാൽ മതി. പുതിയ കുറേ ആൾക്കാരെ കൊണ്ടുവരാമെന്ന് ഞാൻ എപ്പോഴും പറയില്ല. അത് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനലിലേക്ക് വരാം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള ആൾക്കാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ ട്രാവലിസ്റ്റയുടെ ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയില്ലേ, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം മുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട്, സ്വപ്ന സഞ്ചാരി വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. എന്തായാലും വഴിയെ ഓരോ പരിപാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. എല്ലാവരും കൂടി ഉണ്ടാവണം. ഈ ഒരു ബ്രേക്ക് എടുത്തതിന് എല്ലാവരും ക്ഷമിക്കണം. ഒരു മാസം നിങ്ങൾക്ക് വീഡിയോ തരാൻ പറ്റിയതിൽ എന്നോട് ക്ഷമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പുലി ഒന്ന് പതുങ്ങി നിന്നാണ് അടുത്ത കുതിപ്പനായിട്ട്. എല്ലാവരും കൂടി ഉണ്ടാവണം. ട്രാവലിസ്റ്റയുടെ പുതിയ സെഗ്മെൻറ്റുകളിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം. അടുത്ത ദിവസം മുതൽ വരും. ഒപ്പം തന്നെ നമ്മൾ ട്രാവലിസ്റ്റ സ്റ്റുഡിയോ ഒന്ന് നാട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വിശേഷങ്ങൾ വഴിയെ പറയാം. ഒരു സ്റ്റുഡിയോ തുടങ്ങി നമ്മൾ പോഡ്കാസ്റ്റും പരിപാടികളും എല്ലാ സംഭവങ്ങളും. നിങ്ങൾക്ക് കഥ പറയാൻ സ്ഥലം വേണ്ടേ? നമ്മൾ അവിടെ ഇവിടെ ഇരുത്തിയ സ്ഥലം നമുക്ക് കഥ പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റുഡിയോ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പോഡ്കാസ്റ്റ് പ്രോഗ്രാമുകൾ, അങ്ങനെ ട്രാവൽ ന്യൂസ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മളിങ്ങനെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ സജഷനും വേണം. അപ്പോൾ എന്തായാലും ട്രാവലിസ്റ്റിനെ ഇതുവരെ എത്തിച്ച് നിങ്ങളെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണം. തുടക്കം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, എന്താ പറയുക, പൗലോസാട്ടം മുതൽ എല്ലാവർക്കും, എൻ്റെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരും, എന്നെ പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാരും, എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരും, എന്നെ ഹയർ ചെയ്ത ആൾക്കാരും, എന്നെ കൂടെ താമസിപ്പിച്ച ആൾക്കാരും, എന്നെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരും, എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ട്രാവലിസ്റ്റ ചാനൽ അടുത്തൊരു സ്റ്റെപ്പ് കയറാൻ പോവാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരുപാട് നന്ദിയുണ്ട്. ആലോചിക്കാൻ പറ്റുമോ? ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾ കാത്തിരുന്ന് കാണാം. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ മറ്റേ സംഭവം പറയാണ്ട് സുഖമില്ല. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ അത് പറയാണ്ട് സുഖമില്ല സംഭവം. നമ്മൾ ക്ലാസ് എന്നൊക്കെ പറയും. ക്ലാസ് അത് മാത്രം അതെല്ലാവരും പറയുന്നത്. ഈ പണ്ടത്തെ കഥ വീണ്ടും പറയലെന്നൊക്കെ പറയുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ചിലപ്പോൾ അതിലൂടെ ആയിരിക്കാം. ചേച്ചിയുടെ പിള്ളേരും അവരൊക്കെ ട്രാവലിസ്റ്റാട്ടാ എന്ന് പറയണത് കേൾക്കുമ്പോൾ എനിക്കറിയാം. അതുവരെ നമ്മുടെ ആൾക്കാർ പവർ വരട്ടേട്ടാ, അല്ലെങ്കിൽ അയ്യോ ആഫ്രിക്ക എന്നോ, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞത് ആ ഒരു ചിന്തിക്കാൻ പറ്റുമോ, ആലോചിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നിർത്താൻ പാടില്ല. അത് നിർത്തി കഴിഞ്ഞാൽ എന്തൊരു സാൻഡപ്പൻ കമോണ്ടറാ.